ഹലോ ട്രേഡേഴ്സ്. നമുക്ക് 2 ദിവസത്തെ, അതായത് 3-ാം തീയതി 4-ാം തീയതിയുമുള്ള ന്യൂസ് ബേസ്ഡ് ആൻഡ് സെൻറ്റിമെൻ്റൽ ബേസ്ഡ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റിയാലിറ്റി എന്നുള്ള സെക്ഷനകത്തേക്ക് നമുക്ക് മാർക്കറ്റ് ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 3-ാം തീയതിയിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 3-ാം തീയതിയിലെ മാർക്കറ്റിനകത്ത് നമുക്ക് കാണാം എക്സിറ്റ് പോളും കാര്യങ്ങളൊക്കെ വന്നതിന് തലേ ദിവസം എക്സിറ്റ് പോളും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഏകദേശം NDA ഗവൺമെൻറ് ഒരു 370 to 400 റേഞ്ചിനകത്ത് സീറ്റുകൾ വരുമെന്നുള്ള ഒരു സംഭവത്തിൽ ആ ഒരു രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഏകദേശം നമുക്ക് നിഫ്റ്റിക്കകത്തേക്ക് ഏകദേശം 800 പോയിൻറ്റോളം 780 ഏകദേശം അത്രയും റേഞ്ചിലോളം ഗ്യാപ്പ് അപ്പ് വന്ന് ആ ഒരു രീതിയിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അന്നത്തെ മാർക്കറ്റിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു കംപ്ലീറ്റ് ട്രേഡിങ് നടന്നത്. ആദ്യത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു രാവിലെ ഉണ്ടായിരുന്നത് ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഏതായിരുന്നു ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു അന്ന് ഏകദേശം ഈവനിങ് വരെ ട്രേഡ് നടന്നത്. ആ ട്രേഡ് നടക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അന്നത്തെ ആ ഒരു തലേദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ടെക്നിക്കൽ വെച്ച് വേണ്ട അന്നത്തെ അല്ലെങ്കിൽ അത് അന്നത്തെ 3-ാം തീയതിയിലെയും 4-ാം തീയതിയിലെയും ട്രേഡിങ്ങോ കാര്യങ്ങളോ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതിൽ വലിയൊരു കാര്യം ഉണ്ടാവില്ല. സെൻറ്റിമെൻറ്റിലായിരിക്കും മാക്സിമം ട്രേഡും കാര്യങ്ങളൊക്കെ വരിക. സോ നമുക്ക് ഓപ്ഷൻസിൻ്റെ പ്രീമിയം വാല്യൂ കാര്യങ്ങളൊക്കെ വളരെ ഹെവി ആയതുകൊണ്ട് തന്നെ വളരെയധികം കൺസിഡർ ചെയ്ത് എടുക്കണം ട്രേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. സോ നമുക്ക് ഇന്നത്തെ അതെല്ലാം കഴിഞ്ഞു. 3-ാം തീയതി കഴിഞ്ഞു. 4-ാം തീയതി രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്തേക്കും ഏകദേശം വോട്ടിംഗ് കൗണ്ടിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. എക്സിറ്റ് പോളിനകത്ത് ഉണ്ടായിരുന്ന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ എക്സിറ്റ് പോളിനകത്ത് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ തലേ ദിവസത്തെ വീഡിയോയിനകത്ത് തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈവൻ NDA ഗവൺമെൻറ് മീൻസ് ഇന്ത്യ മുന്നണി വന്നിട്ടില്ല എങ്കിൽ പോലും അവർക്ക് NDAക്ക് അത്ര എക്സ്പെക്റ്റ് ചെയ്ത സീറ്റിനകത്ത് നിന്ന് കുറച്ച് സീറ്റുകൾ കുറയാണെങ്കിൽ പോലും മാർക്കറ്റ് റിവേഴ്സലാവുക അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആവും എന്നുള്ളത് പറഞ്ഞിരുന്നു. സോ ആ ഒരു രീതിയിൽ തന്നെ രാവിലത്തെ ഇതിനകത്തുണ്ടായിരുന്ന ഒരു അസ്ഥിരത മാർക്കറ്റിനകത്തേക്കും നല്ല രീതിയിൽ വന്നു. നമുക്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്ന് കാര്യങ്ങളായിട്ട് ഏകദേശം 1800 പോയിൻറ്റോളം 1850 1860 പോയിൻറ്റോളം നിഫ്റ്റി താഴേക്ക് വീണു. നിഫ്റ്റി താഴേക്ക് വീണതിന് ശേഷമാണ് അന്നത്തെ ഇതിൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത്. ഓക്കെ, അതിനുശേഷം ഇന്നത്തെ മാർക്കറ്റിനകത്ത് ആ ഒരു ബുക്കിംഗ് കാര്യങ്ങളും ഏകദേശം രാവിലത്തെ ഇതിനകത്ത് തന്നെ NDA ഗവൺമെൻറ് ഏകദേശം രൂപീകരിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും വന്നു കാര്യങ്ങളായി. സോ കഴിഞ്ഞ ദിവസം വന്നിരുന്ന ഫോളും കാര്യങ്ങളും ഏകദേശം 2000 പോയിൻറ്റോളം ഏകദേശം ആ ഒരു രീതിയിൽ മാക്സിമം കയറാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഷോർട്ട് കവറിങ് കാര്യങ്ങളൊക്കെ നടത്തി. ഇന്നത്തെ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റ് വന്ന് നിൽക്കുന്നൊരു ഏരിയ, അതായത് ഇന്നത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എക്സാക്റ്റ് എവിടെയാണ് വന്ന് നിൽക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത്, ഇതാണ് ഈ ഒരു ലെവലാണ് നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ ആണത്. സോ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയാണോ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എക്സാക്റ്റ് അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, വെള്ളിയാഴ്ച മാർക്കറ്റ് ഈ ന്യൂസ് എക്സിറ്റ് പോളിൻ്റെയും ഇലക്ഷൻ്റെയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഇതിനകത്ത് മാർക്കറ്റ് വന്നിരിക്കുന്ന കവതായിരിക്കുന്ന അല്ലെങ്കിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് ന്യൂസ് ബേസ്ഡ് ആൻഡ് സെൻറ്റിമെൻ്റൽ ബേസ്ഡ് ട്രെൻഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്ന് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഏരിയക്കകത്താണ് വന്ന് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഏകദേശം തിങ്കളാഴ്ചത്തെ സംഭവങ്ങൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു വന്നിരുന്നത്. ഇതിനകത്ത് ഏകദേശം നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഏകദേശം 2000 പോയിൻറ്റിനകത്തുള്ള 2000 പോയിൻറ്റിനടുത്തുള്ള 1950 ഏകദേശം ആ റേഞ്ചിലുള്ള ഒരു ഗ്യാപ്പ് അപ്പിലാണ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു അന്ന് മാർക്കറ്റ് ട്രേഡ് നടന്നത്. നിഫ്റ്റിക്കകത്ത് തന്നിരുന്ന അതേ രീതിയിൽ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ട്രേഡ് നടന്നിരുന്നത്. സോ നിഫ്റ്റിക്കകത്ത് വന്നിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇലക്ഷൻ കൗണ്ടിങ് ഡേക്കകത്ത് ചെറിയൊരു ഗ്യാപ് ഡൗൺ വന്നു മാക്സിമം താഴേക്ക് വീഴാൻ പറ്റുന്നിടത്തോളം ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലോങ് പീരീഡിലേക്ക് ഒരു വൺ ഡേ പീരീഡിനകത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ 2020 ആ ഒരു കൊറോണ സമയം മുതൽ ഫോളോ ചെയ്ത് പോരുന്ന ഒരു ട്രെൻഡ് ലൈനാണത്. ഇവിടെ നോക്കിക്കാണാം, ഇവിടെ മുതൽ ടച്ച് ചെയ്ത് കാര്യങ്ങളാക്കിയ ഒരു ബുള്ളിഷ് വ്യൂ വന്നിരുന്ന ആ ഒരു സമയം മുതൽ ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈൻ. മാർക്കറ്റ് ഇങ്ങനെ ഈ ഒരു സംഭവങ്ങൾ വന്ന് ഒരു ടെക്നിക്കൽ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും മാർക്കറ്റ് വീണ് കാര്യങ്ങളായി വന്നിരിക്കുന്ന സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന സംഭവമുണ്ട്.
ഇന്നത്തെയും ഇന്നലത്തെയും ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 2020 മുതൽ ഫോളോ ചെയ്ത് വരുന്ന ട്രെൻഡ് ലൈനിലാണ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ്, മാർക്കറ്റ് എക്സാക്റ്റ് ആയിട്ട് ടച്ച് ചെയ്തെന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിയിരിക്കുന്ന ആ ഒരു ട്രെൻഡ് ലൈനിലാണ്. സോ നമ്മൾ മാർക്കറ്റിനകത്ത് വന്നിരുന്ന ആ ഒരു എന്താ പറയുക, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വന്നിരുന്ന ആ ഒരു സെൻറ്റിമെൻ്റൽ ആൻഡ് ന്യൂസ് ബേസ്ഡ് ട്രേഡിങ്ങിൻ്റെ സംഗതിയൊക്കെ കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റിക്കകത്തും നമ്മൾ ഒരു ഇത് ഏരിയ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ എവിടെയായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത് ഏകദേശം ആ ഒരു ഏരിയക്കകത്ത് തന്നെയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഏരിയക്കകത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി വന്നത്. 2 ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എവിടെയാണോ മാർക്കറ്റ് ആ ഒരു ട്രേഡ് നടന്നിരുന്ന ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി വന്ന് നിൽക്കുന്നത്. സോ ആ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും നാളത്തെ ട്രേഡും കാര്യങ്ങളും ഏത് രീതിയിലാവും എന്നുള്ളത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയും ഹൈയും ലോയും തമ്മിൽ ഇതാക്കിയിട്ടൊരു ടച്ച് ചെയ്യിച്ചിട്ട് നമ്മൾ ഫിബ് റിട്രേസ്മെൻറ്റ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലൊരു സംഭവങ്ങൾ കിട്ടും. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം കാണാം. മാർക്കറ്റ് വന്ന് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സംഭവം വന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എക്സാക്റ്റ് ആയിട്ട് 0.618 ലെവലിലാണ്. സോ ഈ ഒരു ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. ആ ഒരു ലെവലൊരു സപ്പോർട്ടായിട്ട്
മൾട്ടിപ്പിൾ ടൈംസ് ആക്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. നമുക്ക് ഒരു ലൈൻ ഇവിടെ ഡ്രോ ചെയ്യാം. ഇതിനകത്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം. 22,551 എന്ന് പറയുന്ന ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട്. അത് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ, അതായത് കഴിഞ്ഞ ദിവസം താഴെ വന്നിരിക്കുന്ന ആ ഒരു സമയം മുതൽ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന സമയത്ത് നിഫ്റ്റിക്കകത്ത് ക്ലിയർ ആയിട്ട് ഒരു ട്രെൻഡ് ലൈനിനകത്ത് കൂടെയാണ് മാർക്കറ്റ് കയറി വന്നിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് കയറി വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ടൊരു ട്രെൻഡ് ലൈനിലൂടെയാണ് മാർക്കറ്റ് കയറി വന്നിരിക്കുന്നത്. ആ ഒരു ട്രെൻഡ് ലൈനിനകത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ലാസ്റ്റിലെ 2 ക്യാൻഡിലിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു ട്രെൻഡ് ലൈനിനകത്ത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. താഴേക്ക് വന്നിട്ടാണ് 0.618 ലെവലിനകത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. സോ നാളത്തെ കേസിനകത്ത് നമുക്കൊരു ഏകദേശം ഈ ഒരു സംഭവങ്ങളിനകത്ത് നോക്കി 22,572 എന്ന് പറയുന്ന ലെവലിനകത്ത് മുകളിലേക്കായിട്ട് തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞ് 0.786 എന്ന് പറയുന്ന ഒരു ഏരിയ. ആ ഏരിയക്കകത്ത് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് നമുക്കിവിടെ കാണാം 22,896. തൊട്ട് മുകളിൽ തന്നെ നമുക്ക് 23,000 സെൻറ്റിമെൻ്റൽ ഏരിയ ആയിട്ടുള്ള 23,000 എന്ന് പറയുന്നൊരു ഏരിയ കൂടി നമുക്കവിടെ കിടക്കുന്നുണ്ട്. സോ ആ ഒരു ലെവൽസാണ് നമുക്ക് നാളത്തേക്കായിട്ട് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് 0.786 എന്ന് പറയുന്ന ഒരു ഏരിയ. പിന്നെ തൊട്ട് മുകളിൽ കിടക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയ നമുക്ക് അതിനകത്ത് ഡ്രോ ചെയ്തിട്ടുണ്ട് ആൾറെഡി. ഇത്രയും ഏരിയ, പിന്നെ അതുപോലെ 23,000 എന്ന് പറയുന്ന സെൻറ്റിമെൻ്റൽ ഏരിയ. ഇത്രയും ഏരിയാസാണ് നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുകളിലേക്ക് എന്നുള്ള രീതി. അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റിനകത്ത് ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയയും ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും ഒരു ഇന്ന് വന്നിരിക്കുന്ന രീതിയിലൊരു സൈഡിലേക്കുള്ള അല്ലെങ്കിൽ കോൾ സൈഡിനകത്തേക്കുള്ളൊരു എൻട്രി ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. സോ മാർക്കറ്റ് ഇത്രയും ഏകദേശം ഇന്നത്തെ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. താഴേക്ക് വന്നിരിക്കുന്ന ആളുകളൊക്കെ സംഭവങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ഇവിടെ താഴെ വന്നു. അത്യാവശ്യം ആളുകളൊക്കെ കോൾ സൈഡിനകത്തേക്ക് എൻട്രി എടുത്തു. കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. സോ ഒരു ഇത്രയും ആളുകൾ വന്ന് കാര്യങ്ങളായിരിക്കുന്ന സംഭവങ്ങൾ ഇനി ഒരു കുറച്ച് ചെറിയ രീതിയിൽ കറക്ഷൻ വരും എന്നുള്ള രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നാളത്തെ രീതിയിൽ മാർക്കറ്റ് മുകളിലേക്കൊരു വ്യൂ ആണ്, അല്ലെങ്കിൽ മുകളിലേക്കാണ് കാര്യങ്ങൾ കയറുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സംഗതി ലേശം ഗ്യാപ്പ് അപ്പിൽ വന്നു. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലേക്ക് ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം തൊട്ട് മുകളിലുള്ള നമ്മൾ ആ പറയുന്നൊരു ഏരിയ 22,897 എന്നുള്ള സംഭവത്തെ തട്ടി താഴേക്ക് വന്നതിന് ശേഷം തന്നെ ഞാനൊരു കറക്ഷൻ എന്നുള്ള രീതിയിൽ കാണുന്നത് ഈ പറയുന്ന ഇന്ന് വന്നിരിക്കുന്ന 0 അല്ലെങ്കിൽ അവിടുന്ന് ഒരു ക്രിയേറ്റ് ചെയ്യുന്നൊരു പാറ്റേൺ എക്സ്പെക്റ്റ് ചെയ്തിട്ട് താഴേക്ക് ഒരു PE സൈഡിലേക്കുള്ളൊരു എൻട്രിയാണ്, പുട്ട് ഓപ്ഷൻ എൻട്രിയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. രാവിലത്തെ കേസിനകത്ത് ഒരു പുട്ട് ഓപ്ഷൻ എൻട്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കേണ്ട ഒരു കാര്യം, നാളെ എക്സ്പയറി ഡേറ്റ് ആണ്. എക്സ്പയറി ആവുന്ന സമയത്തിന് സ്വാഭാവികമായിട്ടും പ്രീമിയം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നല്ല രീതിയിൽ ഹെവി ആയിട്ടായിരുന്നു നിന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അദ്ദമണിയിലുള്ള ഇതിനകത്ത് ഇതാക്കുന്ന എമൗണ്ട് ലാസ്റ്റ് ഒരു പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്ന സാധനം നമുക്ക് നോക്കാം 22,600 115 വന്നിരിക്കുന്നത്. സോ പ്രീമിയം മെൽറ്റ് ആവുന്ന പുട്ട് റേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പുട്ട് റേറ്റേഴ്സിനാണെങ്കിലും കോൾ റേറ്റേഴ്സിനാണെന്ന് വെച്ചാൽ പ്രീമിയം മെൽറ്റ് ആവുന്ന അനുസരിച്ച് നാളെ അവരുടെ ഒരു ഇതിലായിരിക്കും ഒരു എക്സ്ട്രീം ബുള്ളിഷ് എന്നുള്ള രീതിയിൽ നാളത്തെ മാർക്കറ്റ് ഞാൻ കാണുന്നില്ല. കാരണം അത്യാവശ്യം ഒരു റിയാലിറ്റി എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഒരു കൺസോളിഡേഷൻ എന്നുള്ള രീതിയിൽ നാളത്തെ മാർക്കറ്റ് ഞാൻ ഈ ഒരു ഏരിയക്കകത്താണ് മാർക്കറ്റ് അധികവും കാണുന്നത്. നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതിനകത്ത് കുറച്ച് നേരം കൺസിഡർ ചെയ്തതിനു ശേഷം ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് നമ്മുടെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ 0.5 വന്നൊരു കറക്ഷൻ എടുത്ത് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവം എന്നുള്ള രീതിയിലും കാണുന്നത്. നാളെ നടക്കുമെന്നുള്ള രീതിയിലല്ല പറയുന്നത്. നമുക്ക് നാളത്തെ രീതിക്കകത്ത് വന്നിട്ടില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും മാർക്കറ്റ് വരിക എന്നുള്ള രീതി. 0.5 എന്നുള്ള ഇത് വരുന്നത് 22,312 എന്ന് പറയുന്നൊരു ഏരിയക്കകത്ത് മാർക്കറ്റ് വന്നതിന് ശേഷം മുകളിലേക്ക് കയറുമെന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നാളത്തെ ഇതിനകത്ത് ഒരു കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം 0.618 ലെവലിലേക്കെങ്കിലും മാർക്കറ്റ് വന്നതിന് ശേഷമായിരിക്കും മുകളിലേക്ക് പോകുന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്ന കാര്യങ്ങളായിട്ടാണ് വെച്ചാൽ നാളെ ക്രിയേറ്റ് ചെയ്യുന്ന പാൻറ്റിനകത്ത് പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം. കാരണം ഒരു സൈഡ് എക്സ്ട്രീം ബുള്ളിഷായിട്ട് ഇന്ന് വന്നിരിക്കുന്ന രീതിയിൽ മുകളിലേക്ക് പോകുമെന്നുള്ള രീതി ഞാൻ കരുതുന്നില്ല. 23,000 എന്നുള്ള പറയുന്നൊരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൾ റേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് 23,000 നോക്കുകയാണെന്ന് വെച്ചാൽ കാണാവുന്നതാണ്. ഏറ്റവും കൂടുതൽ കോൾ റേറ്റേഴ്സ് ഉള്ള ഏരിയയാണ് 23,000 എന്ന് പറയുന്ന സംഭവം. സോ അതിന് മുകളിലേക്ക് നാളത്തെ രീതിയിൽ മാർക്കറ്റ് കയറുമെന്നുള്ള അതിന് തൊട്ട് താഴെ ഒരു 0. ഇത് പറഞ്ഞിരുന്നത് നമ്മൾ
618 എന്ന് പറയുന്ന ഏരിയ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നുണ്ട്. സോ നമുക്ക് അതിന് 23,000 മുകളിലേക്ക് കയറുമെന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ മാർക്കറ്റ് ലേശം ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം അവിടെ തട്ടി താഴേക്ക് വന്നതിന് ശേഷം മുകളിലേക്ക് കയറുമെന്നുള്ള രീതിയിലാണ്. സോ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് താഴേക്കുള്ള ഒരു പി എൻട്രി അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൻ്റെ താഴെ വരുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ വരുന്ന സമയത്ത് ഒരു പി എൻട്രി എന്നുള്ള രീതിയിലാണ് ഞാൻ താഴേക്ക് നാളത്തെ മാർക്കറ്റിനകത്ത് ഒരു എൻട്രി മേജറായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമ്മൾ ഫിബ് ചെക്ക് ചെയ്യാണ് ചെയ്ത് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തത് ഹൈ മുതൽ ലോ വരെ ഫിബ് ചെക്ക് ചെയ്യാണ് ചെയ്ത് നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാവുന്നൊരു കേസാണ്. 0.618 ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസ് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വരുന്നു. താഴേക്ക് മാർക്കറ്റ് വന്ന് നാളത്തെ കേസിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പിൽ നിഫ്റ്റിക്കകത്ത് പറയുന്നത് പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ കാര്യങ്ങളോ ഈ 618 മുകളിലേക്ക് വരികയാണെങ്കിൽ തൊട്ട് മുകളിൽ തന്നെ നമുക്ക് 49,578 എന്നുള്ളൊരു കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെവലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു ലെവലിനകത്ത് തട്ടിയിട്ട് മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ അവിടെ ഒരു ടച്ചോ കാര്യങ്ങളോ കിട്ടുന്ന രീതിയിൽ സംഭവം വരികയാണെങ്കിൽ നമുക്കൊരു പി എൻട്രി എന്നുള്ളതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഒരു പി എൻട്രി എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു 0.5 ലെവൽ, അതായത് 48,527 വരെയെങ്കിലും വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറും എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറും എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം കാണുന്ന ഒരു പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും നാളത്തെ മാർക്കറ്റിനകത്ത് ഒരു സി എൻട്രി എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ ഡയറക്റ്റ് കിട്ടുന്ന ഒരു എൻട്രീസ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് കിട്ടുന്ന ഒരു സംഭവം ബ്രേക്ക് ഈവൻ ഈ ഒരു ലെവൽ 49,578 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു സി എൻട്രി എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് ഇത്രയും 2,000 പോയിന്റോളം മുകളിലേക്ക് വന്നിരുന്ന ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ 0.5 വരെങ്കിലും താഴെ വന്നതിന് ശേഷം ഉള്ളൊരു സി എൻട്രി മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ 49,571 എന്നുള്ള ഈ ലെവലിനകത്തൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസിനനുസരിച്ച് മാത്രമേ ഒരു പി എൻട്രി ആയിരിക്കും ബാങ്ക് നിഫ്റ്റിക്കകത്തും കഴിഞ്ഞ നിഫ്റ്റിയിൽ പറയുന്നത് പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ 0.5 വരുന്ന സമയത്ത് 48,527 വന്ന് ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് മാത്രമായിരിക്കും ഒരു സി എൻട്രി എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് നാളെ മാർക്കറ്റ് ടൈമിനകത്ത് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.